ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്നറിയോ? ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടി. ഈ മന്ദാരം പൊക്കുന്നതിനാടാ ഐ ലവ് യു എന്ന് പറയണേ. അയ്യേ, നിന്നോട് ഇതാരാ പറഞ്ഞേ? എന്റെ അച്ചാച്ചൻ. പോലെ തന്നെ ചെറിയ അക്ഷരങ്ങളുണ്ട് കേട്ടോ. സി ഡി. എന്താ പേര്? നിതീഷ്. ഈ ഐ ലവ് യു എന്ന് വെച്ചാ എന്താന്നറിയോ നിതീഷിന്? ജി എച്ച്. ഡിക്ഷണറി നോക്കിയാ കിട്ടും. ഞാൻ ലവ് സ്നേഹം. യു നീ. അപ്പൊ ഐ ലവ് യു എന്ന് വെച്ചാ ഞാൻ, സ്നേഹം, നീ. കൊള്ളാലോ. ഐ ലവ് യു. ലവ് യു ടു. ഓരോ കണ്ടുപിടുത്തത്തിന്റെ പുറകിലും ഒരു വലിയ ചോദ്യം ഉണ്ടായിരിക്കുമെന്ന സത്യം ഞാൻ അന്ന് മനസ്സിലാക്കി. ടീച്ചറെ, പുതിയ അഡ്മിഷനാണ് ടീച്ചർ. മോളുടെ പേരെന്താ? ജാനകി. അന്നാണ് ആ ഭസ്മമിട്ട സുന്ദരി ജാനകി ഞങ്ങളുടെ ക്ലാസ്സായ 5Fലേക്കും അതിലെ അവസാനത്തെ ബെഞ്ചിലിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്നത്. ഇതെന്താ ഇങ്ങനെയൊക്കെ? നിന്റെ അച്ഛനും ഭാഗവതരായോ? ഇല്ല. എന്താ? എനിക്കെല്ലാം മനസ്സിലായി മോനെ. നിനക്ക് അവളോട് അയലിവല്ലേ? നീ കുറിയൊന്നും തൊട്ടിട്ട് ഒരു കാര്യമില്ല. നിനക്ക് അവളെ കിട്ടില്ലടേ. അതെന്താ? ആ രണ്ടാമത്തെ ബെഞ്ചിലിരിക്കുന്ന സുമേഷില്ലേ, അവനും അവളോട് അയലവ്യ. അവൾക്ക് ഉത്തരമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവനൊക്കെ പഠിക്കണ കുട്ടിയല്ലേ. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം. 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് സുമേഷ്? 1857. 1857. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ. അടുത്ത ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഇതാരാ പറയാൻ പോകുന്നേ? ആരാണ്? എനിക്കറിയില്ല. എന്താ അവിടെ മോനെ? അറിയില്ലല്ലോ. രക്ഷപ്പെട്ടു മാഷേ. ഇവനും അറിയില്ല. ആരാണെന്ന് അറിയുവോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? സുമേഷ്. ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ. മിടുക്കൻ. ഇപ്പൊ ഉറപ്പായി. ഇനി അവളെ നീ നോക്കണ്ട. നീ പറഞ്ഞത് ശരിയാടാ. എനിക്ക് അവളെ കിട്ടില്ല. എന്ത് ചോദ്യം ചോദിച്ചാലും അവന് ഉത്തരം അറിയാം. അവനും പഠിക്കണ കുട്ടി, അവളും പഠിക്കണ കുട്ടി. നീ കഴിഞ്ഞ ആഴ്ചത്തെ സിനിമ കണ്ടിരുന്നു? ഹിസൈന ശബ്ദമുള്ളതല്ലേ? ഞാൻ മുഴുവൻ കണ്ടില്ല. ഞാൻ കണ്ടു. അതിൽ ലാലേട്ടനും വില്ലനും നായികയോട് അയലവ്യ. നായികക്കാണ് വില്ലനോട് അയലവ്യ. പക്ഷേ ലാലേട്ടനൊരു പാട്ട് പാടിയതും നായികക്ക് ലാലേട്ടനോട് ഭയങ്കര അയലവ്യ. എനിക്കറിയാം, ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സാ. നീ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ? എനിക്കുറപ്പാ അവൻ അവളെ തന്നെ കെട്ടും. പാട്ട് പാടിയിട്ടും അവൾക്ക് എന്നോടൊരു ഐ ലവ് ഇല്ലടാ. നീ പാടിയ പോലത്തെ പാട്ട് പാടിയാലേ ആർക്കും ഐ ലവ് വരില്ല. എന്നാ നീ ഒരു പാട്ട് പറ, ഞാൻ പാടാം. നീ ആ അയ്യോട്ടോ സിനിമ ഇട്ടിട്ടുണ്ടോ? ആ, അതില് ലാലേട്ടൻ പാടിയ പോലത്തെ പാട്ട് പാടിയാലേ ഐ ലവ് വരുള്ളൂ. ഏത്? ആ മീനക്കുട്ടി ഐ ലവ് യു അങ്ങനത്തെ പാട്ടോ? വിനേതാ ഒന്ന് കണ്ണടച്ചടാ. മുറുക്കി പിടിക്കേ. അങ്ങോട്ട് വാ. അതാരാ?
കണ്ണേട്ടൻ. നീ എന്തിനാ അവനെ കെട്ടിപ്പിടിക്കാൻ നിന്നെടുത്തേ? കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണം. എന്റെ മുറിച്ചെറുക്കനാ, എന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ കണ്ണേട്ടൻ. ഞങ്ങളുടെ കല്യാണം ചെറുപ്പത്തിലേ ഉറപ്പിച്ചതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല അല്ലേ? അങ്ങനെ മുറച്ചെറുക്കൻ്റെ തള്ളിക്കയറ്റം കാരണം 15-ാമത്തെ വയസ്സിൽ ഞാനൊരു നിരാശാകാമുകനായി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ നഷ്ടപ്പെടുമ്പോൾ എല്ലാ കാമുകന്മാർക്കും തോന്നുന്നതൊക്കെ അന്ന് എനിക്കും തോന്നി. ഞാൻ ഒറ്റയ്ക്കായി, ഇനി അങ്ങോട്ട് ജീവിതമില്ല. അങ്ങനെ ഞാനും എടുത്തു ആ ശബ്ദം. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ഒരിക്കലും മറ്റൊരാളുടെ കയ്യിലാവരുത്. അങ്ങനെയുള്ളവന് ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാനാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? പലരുടെയും മന്ദാരം മൊട്ടിടുന്നതും പൂക്കുന്നതും ഞാൻ കണ്ടു. അവരൊക്കെ സ്വന്തം സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റാരെയൊക്കെയോ ഏൽപ്പിച്ചു. അച്ചാച്ചൻ പറഞ്ഞ പോലെ എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു.